ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുവാണ്, ഉറക്കൊന്നുമില്ലേ? ആർക്ക് നല്ലേ? എനിക്കല്ല. എനിക്ക് ഉറക്കം വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗുരുവായൂരിന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഉറക്കില്ലാത്തത്. അപ്പൊ ഉറക്കില്ലാത്ത ചില ലെവലുമാരുണ്ടല്ലോ. നാളത്തെ എലക്ഷന് ജയിക്കോ ഇല്ലയോ, തോൽക്കോ, നാട്ടുകാർ കളിയാക്കോ എന്നൊക്കെ ആലോചിച്ചും കണ്ടും വിഷമിച്ചും ഓർത്തു ഇരിക്കുന്ന ഉറക്കൊഴിയുന്ന ചിലരുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് തോന്നി പാവുണ്ടാവുമല്ലോ. നമ്മള് എന്താ പറയുന്നത് വെച്ചാല് മുപ്പത്തിയുടെ വിഷമം മുപ്പത്തിക്ക് തന്നെ അറിയാമല്ലോ. കാര്യം എന്താ വെച്ചാൽ തോൽക്കൂന്ന് അറിയക്കൊള്ള, വണ്ടി തട്ടിയാൽ ചാവുമെന്ന്, അല്ലെ വേണ്ട ട്രെയിന് തല വെച്ചാൽ ചാവുമെന്ന് ഉറപ്പുള്ള ആള് തന്നെ ട്രെയിന് പോയി തല വെക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ പാലക്കൽ അമ്മച്ചിയെ ഒന്ന് പറ അമ്മച്ചിയെ. ഏതായാലും നാളത്തോടുകൂടെ നിന്റെ റിസൾട്ട് വരുമല്ലോ. ബിജെപിക്കാരിഞ്ഞ പുറത്താക്കിയെന്ന് ജസ്റ്റിനെ പറഞ്ഞു. അവർക്ക് ആവശ്യം തോറ്റാലും ഉളുപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവർക്ക് ആവശ്യം. അത് അവര് കണ്ടെത്തി, അത് അവര് വെച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഉറക്കേ ഇല്ല. നാളെ എന്താവും, ഞാൻ ഏറിലാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് പാവം ആ ഒരു സങ്കടം കൊണ്ട് മക്കളെ എനിക്ക് പോലും ഉറക്കം വരുന്നില്ല. സത്യം പറയാം, ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ദേ സമയം കണ്ടോ, 1:40 ആയിട്ടോ, പുലർച്ചെയാണ്. അപ്പൊ എനിക്ക് തോർത്ത് ഇങ്ങനെ വിഷമം സഹിക്കാൻ പറ്റാത്തോണ്ട് എനിക്ക് ഉറക്കം വരികയാണ്. പിന്നെ ചിലര് വിചാരിക്കും എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഗുരുവായൂർ പോയിട്ട് വരികയാണ്, ആ ഒരു യാത്രയിൽ എടുക്കുന്ന വീഡിയോ ആണ് എന്നൊക്കെ ചിലര് തെറ്റിദ്ധരിച്ചേക്കാം. അപ്പൊ തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, ഗുരുവായൂർ പോയിട്ട് എനിക്കൊരു ഫോട്ടോ സമർപ്പണം ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റീൽ എടുത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ. അവിടെ ഒന്ന് പോയി ഹാജരാവാനുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നാന്ന് വെച്ചാല് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലായിട്ട് എവിടെയാണ് സ്ഥലം? കാവീട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തില് ഇന്ന് അയ്യപ്പ വിളക്ക് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ണന്റെ ഫോട്ടോ സമർപ്പിക്കാനും അതേപോലെ ഒരു നിലവിളക്ക് സമർപ്പിക്കാനും ആയിട്ടാണ് ഞാൻ പോയത്. ക്ലാസ് നോക്കി. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പാവ അമ്മച്ചി ഇന്ന് ഉറങ്ങാനേ പറ്റുന്നുണ്ടാവൂല. എന്താക്കൂ, എൻ്റെ അടുത്തുണ്ടായി സ്ലീപ്പിംഗ് വീൽസ്. അതിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഏതെങ്കിലും ബസ്സുകാരൻ്റെ അടുത്തെങ്കിലും കൊടുത്തയക്കായിരുന്നു. ഇന്നൊന്നുമില്ലെങ്കിലും തോൽക്കോ ജയിക്കോ എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. നാളെ ഇപ്പൊ തോറ്റിട്ട് നാട്ടുകാർ ഒന്നടങ്കം കളിയാക്കുന്ന ഒരവസ്ഥ മോളെ. അത് ഓർത്തിട്ട് അതിനെക്കാട്ടിലും വലിയ സഹതാപം എന്ന് പറയുന്നതിന്റെ അങ്ങേ അറ്റത്ത് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും തോൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മത്സരിക്കാൻ കാണിച്ചൊരു ചങ്കൂറ്റം ഭയങ്കര തന്നെ. എല്ലാവർക്കും അറിയാം തോൽക്കൂന്നുള്ളത്. എന്നാലും ഞാൻ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞ് 2 ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ പൊന്നാര മോളെ, എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് 2 ഫ്ലെക്സ് അടിച്ചാൽ പോരാഞ്ഞോ? ഇങ്ങിത് ഇതാക്കണം. എത്രയോ BJP പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലെക്സ് അടിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ അവര് ആഘോഷങ്ങൾ പോലെയാണ് ഈ ഒരു എലക്ഷൻ വരുത്തിയത്. പക്ഷെ ഈ സ്ത്രീയുടേത് മാത്രം ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാല് വെറും 4 പേര് അല്ലെ 3 പേര്, ചിലപ്പോ 2 പേരും അയ്യേക്ക് ഉണ്ടായാലായി. ഈ അടുത്ത ദിവസം കണ്ടാണ് മറ്റേ എലക്ഷന് വേണ്ടിയിട്ട് 2 ഫ്ലെക്സ് അടിപ്പിക്കുന്നത്. വെറും 2 എണ്ണാണ് അടിച്ചത്. അതിലൊന്നൊരു മരത്തിന്റെ മുകളിൽ തൂക്കിയേക്ക്, ഒന്ന് പാർട്ടി ഓഫീസിന്റെ മുമ്പിലും തൂക്കിയേക്ക്. വേറെ ഫ്ലെക്സും അടിച്ചിട്ടില്ല. അപ്പോൾ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നും മോളെ, നിനക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടെങ്കിലും നിനക്കൊരു ഫ്ലെക്സ് അടിച്ച് നിനക്ക് തൂക്കിയാൽ പോരായിരുന്നോ? എന്തായാലും എല്ലാവരും ചാവും. അപ്പോഴാണെങ്കിൽ ചെയ്യണം. അപ്പം മുൻകൂട്ടി ചെയ്ത് വെച്ചാൽ നിനക്ക് ഫ്ലെക്സ് ആവൂലായിഞ്ഞോ?
ഏതായാലും നീ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഈ വീഡിയോ ഇടുന്നത്. നീ ഇത് കാണുമെന്നുള്ളതും അറിയുന്നുള്ളതൊക്കെ എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേക്കെ, അമ്മായിയെ നിങ്ങൾ തോറ്റാല് നിങ്ങളെ തലയാണ് സത്യം. ഞാൻ കേക്ക് മുറിച്ച് ആഘോഷിക്കൂല. അങ്ങനെ ഞാൻ ആഘോഷിക്കാച്ച ഞങ്ങളെ തല പൊട്ടിത്തെറിച്ച് നോക്കോട്ടെ, എന്നാലും ഞാൻ കേക്ക് മുറിച്ച് ആഘോഷിക്കൂല. ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് സമാധാനിക്കാം, ജയിക്കോ എന്നുള്ളത്. നാളെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വയം അങ്ങനെ ഉരുക്കുക. ഓഫ്, എന്തൊരു കഷ്ടാണ്. വണ്ടിക്ക് തല വെച്ചാൽ ചാവും നനഞ്ഞിട്ട് ഓടിയും വണ്ടിക്ക് തല വെക്കാം. നാണം കെടാൻ വേണ്ടിയിട്ട് പോയില്ലേ ഫ്ലെക്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു ഫ്ലെക്സ് എനിക്ക് തരണേ. എൻ്റെ വീടിൻ്റെ ബാത്റൂമിന് ഡോറില്ലാത്തതാ. ഒരു 4 ആണി പലക വെച്ചിട്ട് അടിച്ചിട്ട് ഒരു ഡോറാക്കിയാൽ എനിക്ക് സുഖമായിരുന്നു. എനിക്ക് എന്നെ ഇങ്ങനെ കണ്ടോണ്ട് സാധനം പഠിക്കുകയും ചെയ്യായിരുന്നു. അതാണല്ലോ സംഭവം. പഠിക്കുക തന്നെയല്ലേ പറയാ, പെടുക്കുക എന്നാ പെടുക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലെക്സിക്ക് തരണേ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തന്നാൽ മതിയേ. ഏതായാലും ഇനി നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാവാൻ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിൽക്കി. തോറ്റിട്ടും ആൾക്കാർ കളിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി നിൽക്കി. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.